അടിച്ചതാര്? അത് സഞ്ജു. അടിച്ചതാരെ? അവിടെയാണ് കളി മാറുന്നത്. 2024 കലണ്ടർ വർഷത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച താരം നമ്മുടെ സഞ്ജു വി സാംസൺ ആണ്. രോഹിത് ശർമ്മയാണ് രണ്ടാം സ്ഥാനത്ത്. 12 ഇന്നിങ്സുകളിൽ നിന്നും 31 തവണ ബൗണ്ടറിക്ക് മുകളിലൂടെ പന്തിനെ അതിർത്തി കടക്കാൻ സഞ്ജു വി സാംസണ് കഴിഞ്ഞപ്പം രോഹിത് ശർമ്മയ്ക്ക് 11 ഇന്നിങ്സുകളിൽ നിന്നും 23 തവണയാണ് സിക്സർ പറത്താൻ കഴിഞ്ഞത്. അതുകൂടാതെ കറന്റ് ആക്റ്റീവ് ഇന്റർനാഷണൽ T20 പ്ലേയേഴ്സിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ചിട്ടുള്ള താരം എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് 200-ന് മുകളിൽ സിക്സർ അടിച്ചിട്ടുള്ള താരം നമ്മുടെ സഞ്ജു വി സാംസൺ മാത്രമാണ്, ഒരേ ഒരു താരം. അതിനോടൊപ്പം തന്നെ 200-ലധികം സിക്സർ അടിച്ചവരിലും പിന്നീട് IPL ചരിത്രത്തിലെ ഓൾ ടൈം ടോപ്പ് 6 ഗെറ്റേഴ്സിന്റെ പട്ടികയിലും സഞ്ജു വി സാംസൺ മാത്രമാണ് നിൽക്കുന്നത്. അപ്പം ചെറിയ പ്രായം മുതലേ IPL കിടന്ന് കളിച്ച് തിമിർക്കാൻ തുടങ്ങിയതിന്റെ ബലമൊക്കെ സഞ്ജു വി സാംസൺ ഇപ്പം റെക്കോർഡുകളുടെ രൂപത്തിലും കിട്ടുന്നുണ്ട്. ഇപ്പം സ്റ്റാറ്റ് പെഡ്ലർ എന്നാര് വിളിച്ച് കളിയാക്കിയാൽ പോലും IPL ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വന്ന് തൂക്കിയടി നടത്താൻ സഞ്ജു വി സാംസണ് കഴിയുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അവസരങ്ങൾ കിട്ടിയപ്പോൾ ചെക്കൻ്റെ പ്രതിഭ എന്താണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇനിയും T20 ക്രിക്കറ്റിൽ ഒരുപാട് അവസരങ്ങൾ സഞ്ജുവിന് തേടി വരട്ടെ. വൺ ഡേ ഇന്റർനാഷണലിലും ടെസ്റ്റ് ക്രിക്കറ്റിലും കൂടി ചെക്കൻ വന്നു കഴിഞ്ഞാൽ മൊത്തം സംതൃപ്തിയായി.